Hello everyone, welcome to my new video lecture series. In this video lecture series I will be discussing about HTML. So HTML is a very important language to be learned for somebody who is maybe looking to create a website, or somebody who is looking for a career as a web designer. And for these kind of peoples, HTML is a must. Okay, so in this video lectures I will be discussing about HTML. So my question is how to create a website. ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സം ടൂൾസ് വിൽ ബി റിക്വയർഡ് അല്ലേ? കുറച്ച് ടൂൾസ് എന്തായാലും നിർബന്ധമായിട്ടും ആവശ്യമുണ്ടാവും. അപ്പോൾ ആ ഒരു ടൂളാണ് HTML എന്ന് പറയുന്നത്. സോ ബൈ യൂസിങ് HTML യു ക്യാൻ ഡിസൈൻ വാട്ട് വെബ്സൈറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കുറേ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ബി ക്രിയേറ്റിംഗ് വാട്ട് സം വെബ് പേജസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? വെബ് പേജ് ക്രിയേറ്റുകൾ ചെയ്തിട്ട് ആ വെബ് പേജുകളെ നമ്മൾ തമ്മിൽ ലിങ്ക് ചെയ്തിട്ടാണ് അതിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നത്? ഒരു വെബ്സൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, so for creating a website, first of all we will create what? Web pages, and this web pages will be linked together to form a particular website. So how to create this kind of web pages? For creation of web pages we can use the HTML. So the purpose of HTML is to create web pages, and by creating web pages we will be able to create a website. So we have seen a lot of websites in our daily life and how these web pages are created. The basic fundamental thing that is required is HTML. So without HTML you cannot design any website. HTML alone is not sufficient, but without this HTML you cannot create any website. So HTML is a very basic when you are going to create a website, the very basic requirement when you are going to create a website. So it is a very important that you learn HTML if you are intending or if you are looking to create a website. Okay, now HTML stands for hypertext markup language. So here there are some terms. What is mean by language? You know that language is a medium that is used for communication. So for communication purpose we use some language. That is, I am communicating with you in Malayalam and in English. So a language is a medium for communication. What is mean by markup? So markup is nothing but a language that is based on tags. അതായത് ടാഗ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജിനെയാണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. HTML എന്ന് പറയുന്നത് എന്താണ്? ഒരു ടാഗ് ബേസ്ഡ് ലാംഗ്വേജ് ആണ്. HTML is a tag based language. That is why it is called a markup language. എന്താണ് ടാഗ്സ് എന്നുള്ളത് we will discuss later on. Okay, so HTML എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ. മാർക്കപ്പ് മീൻസ് ഇറ്റ് ഈസ് ടാഗ് ബേസ്ഡ് ലാംഗ്വേജ്. ടാഗ് ബേസ്ഡ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ഹൈപ്പർ ടെക്സ്റ്റ്? ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഇൻ ദ ഡോക്യുമെൻറ്റ് വിൽ കണ്ടെയ്ൻ എ ലിങ്ക് ടു അനദർ ലൊക്കേഷൻ. അല്ലേ, നമ്മളൊരു വെബ് പേജ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം അതിൽ കുറേ ടെക്സ്റ്റ് ഒക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ വിക്കിപീഡിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെബ്സൈറ്റാണ്. വിക്കിപീഡിയയിൽ ഒരുപാട് വെബ് പേജുകളുണ്ട് അല്ല. ഈ വിക്കിപീഡിയയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ദർ വിൽ ബി എ ലോട്ട് ഓഫ് ടെക്സ്റ്റ് അല്ലേ. നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് കാണാം, ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡാറ്റ കാണാം. ഇനി ആ ടെക്സ്റ്റിൽ നമ്മൾ ഏതെങ്കിലും ചില ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ലൊക്കേഷനിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ടെക്സ്റ്റ് ഇൻ ദ ഡോക്യുമെൻറ്റ്. നമ്മളുടെ HTML ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു വെബ് ഡോക്യുമെൻറ്റിൽ എന്തുണ്ടാവും? ടെക്സ്റ്റ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് വിൽ കണ്ടെയ്ൻ എ ലിങ്ക് ടു അതർ ലൊക്കേഷൻ. ഇനി ആ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? വേറൊരു ലൊക്കേഷനിലേക്കുള്ള ഒരു ലിങ്ക് ആയിരിക്കും. ഇതിനെയാണ്
ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ലാംഗ്വേജ് ആണെന്ത് HTML. HTML is a മാർക്കപ്പ് ലാംഗ്വേജ്. സോ എന്തുകൊണ്ടാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്സ്റ്റ് ഇൻ ദ ഡോക്യുമെന്റ്. ഇതിലുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് വിൽ കണ്ടെയ്ൻ ലിങ്ക് ടു അതർ ലൊക്കേഷൻ. വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്കുള്ള ഒരു ലിങ്ക് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. വിക്കിപീഡിയയിൽ തന്നെ ഒരുപാട് ലിങ്ക്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു ലിങ്ക് ചില ടെക്സ്റ്റിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിൽ ബി റീഡയറക്റ്റഡ് ടു എ ഡിഫറെൻറ്റ് ലൊക്കേഷൻ. വേറൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് മേ ബി വിത്തിൻ ദ സെയിം ഡോക്യുമെൻറ്റ്. അതേ ഡോക്യുമെൻറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിങ്ക് ചെയ്തിട്ട് ചില ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതേ ഡോക്യുമെൻറ്റിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. ആ ഡോക്യുമെൻറ്റിൻ്റെ വേറൊരു ഭാഗത്തേക്കായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നുള്ള കൺസെപ്റ്റ്. ആൻഡ് ദിസ് HTML ഇസ് കോൾഡ് ലാംഗ്വേജ് ഓഫ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത് എന്താണ്? HTML ആണ്. HTML ഇസ് കോൾഡ് ദി ലാംഗ്വേജ് ഓഫ് ഇൻ്റർനെറ്റ് ബിക്കോസ് ദി ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്നത് എന്ത് ലാംഗ്വേജ് വെച്ചിട്ടാണ്? HTML വെച്ചിട്ടാണ്. ഇൻ്റർനെറ്റിലുള്ള ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഡിസൈൻ ചെയ്യുന്നത് ഈ HTML വെച്ചിട്ടാണ്. സോ ദി HTML ഇസ് കോൾഡ് ലാംഗ്വേജ് ഓഫ് ഇൻ്റർനെറ്റ്. ആൻഡ് HTML ഈസ് യൂസ്ഡ് ടു ഡിസൈൻ വെബ് പേജസ്. അപ്പോൾ വെബ് പേജുകളെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എന്ത്? HTML എന്ന് പറയുന്നത്. ഓക്കെ. And what is a website? I have already told you, collection of web pages will form a website. So ആദ്യം ഒരാൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ he cannot create a website. First of all, he will be creating what? Web pages. And from these web pages he will be arriving at a website. അപ്പോൾ ഈ വെബ് പേജുകൾ തമ്മിൽ വേണ്ട ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് എന്താക്കി കൺവേർട്ട് ചെയ്യുന്നത്? അതിനെ ഒരു വെബ്സൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് ലേണിംഗ് HTML is very important. I have already told you, learning HTML is important. Maybe for example, somebody who is looking for a career as a web designer or somebody who is looking to create a website. ഇതൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്ക് എന്തായാലും HTML പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് you can see that in many degree courses, in computer science degree courses, you can see that you must learn HTML. And due to all these facts, learning HTML is a very important factor. And another thing about HTML is it is not that complex, it is very easy to learn. അപ്പോൾ HTML എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് അവയർനെസ് ഉള്ള ഒരാൾക്ക് it will be very very easy to learn HTML. Okay. HTML, I have told you, is a markup language. Why it is markup language? It uses tags to do its actions. അതായത് അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ടാഗ്സ് വെച്ചിട്ടാണ്. എന്താണ് ഈ ടാഗ്സ്? HTML-ലുള്ള കമാൻഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ടാഗ്സ് എന്ന് പറയുക. നമ്മൾ SQL പറഞ്ഞ സമയത്ത് SQL ക്രിയേറ്റ് കമാൻഡ്, ഇൻസേർട്ട് കമാൻഡ്, ആൾട്ടർ കമാൻഡ്, ഇതൊക്കെ എന്താണ്? ഓരോ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡുകളാണ്. അതേപോലെ HTML എന്തുണ്ട്? കമാൻഡ്സ് ഉണ്ട്. ഈ കമാൻഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നിനും എന്താണ്? ഓരോ ടാഗുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ലാംഗ്വേജിനെ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് നോട്ട് വൺ മോർ തിങ് ദാറ്റ് HTML is not a പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. HTML എന്തല്ല? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ബട്ട് അതെന്താണ്? അതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ്. Okay, so markup language is a computer language that uses tags to define the elements within a document. ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻസിനെ ഡിഫൈൻ ചെയ്യാൻ ടാഗുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടാഗ് എന്ന് പറഞ്ഞാൽ? സിംപ്ലി എന്താണ്? അതിൽ യൂസ് ചെയ്യുന്ന കമാൻഡുകളെയാണ് എന്ത് പറയുന്നത്? ടാഗ് എന്ന് പറയുന്നത്. നമ്മൾ SQL ക്രിയേറ്റ്, ഇൻസേർട്ട് ഒക്കെ പറഞ്ഞ പോലെ കമാൻഡ് ഇതിൽ ഉപയോഗിക്കുന്ന കമാൻഡ്സിനെയാണ് ടാഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആർ, once you learn this HTML, you will be able to create your own website. That is by designing web pages, and by combining these web pages through some links, you will be able to create a website. And you can become a web designer. That is, it is a basic for somebody who is looking to become a web designer. So basically he must learn HTML. Okay.
understanding the web. So HTML also helps in understanding the web. അതായത് വെബ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും, HTML യൂസ് ചെയ്യും. HTML can be used to understand the web. That is how data is being received. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ഡാറ്റ ഒരു കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത്, നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, അതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു HTML ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ലേൺ അതർ ലാംഗ്വേജസ്. അതായത് HTML നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചില ലാംഗ്വേജസിന് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റുന്നുള്ളതാണ്. ദാറ്റ് ഈസ് മേ ബി ഫോർ എക്സാമ്പിൾ PHP, ജാവാ സ്ക്രിപ്റ്റ് പോലെയുള്ള ലാംഗ്വേജസ് പഠിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു HTML പഠിച്ചു കഴിഞ്ഞാൽ ലേണിംഗ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് വിൽ ബി ഈസി. ഓക്കെ. വെബ് പേജസ്. വാട്ട് ഈസ് വെബ് പേജസ്? ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു. വെബ് പേജ് എന്ന് പറയുന്നത് വെബ് പേജുകളാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് വെബ് പേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സിംപ്ലി ആൻ HTML ഡോക്യുമെൻറ്റ്. ഒരു HTML ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ് പേജ് എന്ന് പറയുന്നത്. HTML ഡോക്യുമെൻ്റ് ആണ് ഒരു വെബ് പേജ്. ഇനി രണ്ട് ടൈപ്പ് എന്തുണ്ട്, വെബ് പേജസ് ഉണ്ട്. വെബ് പേജസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 types, ദാറ്റ് ഈസ് സ്റ്റാറ്റിക് വെബ് പേജസ് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്. സോ അതിൻ്റെ നെയിമിൽ തന്നെ ഉണ്ട് എന്താണ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിം ആയിട്ട് നിൽക്കുന്ന വെബ് പേജസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാറ്റിക് വെബ് പേജസ്. അതായത് ഓൾ ദ ടൈം ഇഫ് യു ലുക്ക് ദാറ്റ് പർട്ടിക്കുലർ വെബ് പേജ് ദാറ്റ് വിൽ ബി ദ സെയിം വിത്തൗട്ട് എനി ചേഞ്ചസ്. ഒരു ചേഞ്ചസും ഇല്ലാത്ത വെബ് പേജിനെയാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് വിത്ത് ടൈം. ഓക്കെ, ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് വിത്ത് ടൈം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന വെബ്സൈറ്റ് ഒക്കെ ആകുമ്പോൾ അതെന്താണ്, അതൊരു ഡൈനാമിക് വെബ്സൈറ്റാണ്. അതായത് അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ രജിസ്റ്റർ നമ്പർ ആൻഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് റീഡയറക്റ്റഡ് ടു എ ഡിഫറെൻറ്റ് പേജ്. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ റിസൾട്ട് ഡാറ്റാ ബേസിൽ സെർച്ച് ചെയ്തിട്ട് നമ്മളെ റിസൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റിസൾട്ട് റെസ്പോണ്ട് ചെയ്ത് തരുന്നുണ്ട്, അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊരു ഡൈനാമിക് വെബ് പേജ് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ റിമൈൻ ദ സെയിം ഓൾ ദ ടൈം. ഓക്കെ. അപ്പോൾ HTML ക്യാൻ ക്രിയേറ്റ് സ്റ്റാറ്റിക് വെബ് പേജസ് ഓൺലി. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. HTML ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സ്റ്റാറ്റിക് വെബ് പേജ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എപ്പോഴും സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ റിമെയിൻ ദ സെയിം ഒരേപോലെ നിൽക്കുന്ന വെബ് പേജുകളെയാണ് സ്റ്റാറ്റിക് വെബ് പേജുകൾ എന്ന് പറയുക. സ്റ്റാറ്റിക് വെബ് പേജുകളെ മാത്രമാണ് HTML യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ആൻഡ് for dynamic web pages what you need to do, you need to use some other languages. dynamic ആയിട്ടുള്ള വെബ് പേജ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ റിസൾട്ട് കാണുന്ന വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് വേണം, ഡൈനാമിക് വെബ് പേജസ് ആണ് അത് അല്ലേ. ആ ഡൈനാമിക് വെബ് പേജുകളെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അതർ ലാംഗ്വേജസ് യൂസ് ചെയ്യണം. ആ അതർ ലാംഗ്വേജസിന് എക്സാമ്പിൾ ആണ് PHP, ജാവാ സ്ക്രിപ്റ്റ് എക്സെട്ര. അപ്പോൾ ഈ PHPയും ജാവാ സ്ക്രിപ്റ്റും ഒക്കെ യൂസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡൈനാമിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെബ് പേജസ് എന്ന് പറയുന്നത് HTML ഡോക്യുമെൻറ്റ്, ഒരു HTML ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, വെബ് പേജ്. നമ്മളെ ഒരു വേർഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വേർഡിൽ നമ്മൾ എഴുതിയ കുറച്ച് കാര്യങ്ങൾ, അതാണെന്ത് ഒരു വേർഡ് ഡോക്യുമെൻറ്റ്. ഇനി എന്തായിരിക്കും ഒരു HTML ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു HTMLൻ്റെ കാര്യങ്ങൾ വരുന്ന ഒരു HTMLൻ്റെ ടാഗുകൾ വരുന്ന, അങ്ങനെയാണ് പറയുക, HTML ടാഗുകൾ വരുന്ന ഡോക്യുമെൻ്റാണ് HTML ഡോക്യുമെൻറ്റ്. ആ ഒരു ഡോക്യുമെൻറ്റിനെയാണ് വെബ് പേജ് എന്ന് പറയുക. രണ്ട് ടൈപ്പ് വെബ് പേജ് ആണ്, സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക് വെബ് പേജ് വിൽ റിമൈൻ ദ സെയിം ആൻഡ് ഡൈനാമിക് വെബ് പേജ് വിൽ ചേഞ്ച്. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, HTML യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ HTML യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റിക് വെബ് പേജുകൾ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡൈനാമിക് വെബ് പേജുകളെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, PHPയും ജാവാ സ്ക്രിപ്റ്റ് പോലെയുള്ള ലാംഗ്വേജസിനെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് here I will discuss a brief history of HTML, that is how HTML was evolved. That is HTML was created by Tim Berners-Lee in 1991. അതായത് ടിം ബേണേഴ്സ്-ലീ ആണ് 1991 HTML എന്ത് ചെയ്തത്,
ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഹാസ് അണ്ടർഗോൺ എ ലോട്ട് ഓഫ് ചേഞ്ചസ്. ബട്ട് 2.0 HTML 2.0 വാസ് എ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് HTML സ്പെസിഫിക്കേഷൻ. അതായത് 1991 ടിം ബേർണസ്-ലീ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി HTML 2.0 ആണ് ഫസ്റ്റ് HTML ആയിട്ട് എന്ത് ചെയ്തത്, അനൗൺസ് ചെയ്തത്. അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക്കേഷനാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് HTML ആയിട്ട് പറയുന്നത്. Okay, and this version was developed in 1995. Our first HTML specification was developed in 1995. After that വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു HTML എന്ന് പറയുന്നത് 4.01 എന്ന് പറയുന്ന വേർഷൻ ആയിരുന്നു. ഇൻ ബിറ്റ്വീൻ 2.0ൻ്റെയും 4.01ൻ്റെയും ഇടയിലൊക്കെ HTML വേർഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് HTML 4.01 was a major version of HTML and this version was developed in 1999. ആ ഒരു സമയത്ത് വളരെ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു വേർഷനാണ് HTML 4.01 എന്ന് പറയുന്നത്. And after that though HTML 4.1 is widely used, currently the latest version of HTML എന്ന് പറയുന്നത് ഏതാണ്, HTML5 ആണ്. So what is the latest version of HTML? It is HTML5 and this version was developed in 2012. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ HTML5നെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇനീഷ്യലി HTML വാസ് ഡെവലപ്ഡ് ഫോർ ഡിഫൈനിങ് സ്ട്രക്ചർ ഓഫ് ഡോക്യുമെൻറ്റ്. അതായത് തുടക്കത്തിൽ ഈ ഒരു HTML സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ബട്ട് നൗ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫോർമാറ്റ് വെബ് പേജുകളെ ഫോർമാറ്റ് ചെയ്യാനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ ജസ്റ്റ് സ്ട്രക്ചർ ഓഫ് ഡോക്യുമെൻറ്റ് മാത്രം, അതായത് അതിൻ്റെ ഹെഡിങ്സ് എങ്ങനെ വേണം, പാരഗ്രാഫ്സ് ഏത് രീതിയിൽ വേണം, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് HTML അവിടെ യൂസ് ചെയ്തിരുന്നത്. ബട്ട് നൗ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വൈഡ്ലി ഫോർ ക്രിയേറ്റിംഗ് വെബ് പേജസ്. ഓക്കെ, ആൻഡ് before learning HTML you need to be aware about these basic terms. First one is client. അപ്പോൾ നമുക്കറിയാം ഒരു ഇൻ ദ ഇൻ്റർനെറ്റ് ദർ ആർ 2 types ഓഫ് ഡിവൈസസ്, അല്ലെങ്കിൽ 2 types ഓഫ് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ 2 types ഓഫ് സിസ്റ്റം ആണുള്ളത്. ഒന്ന് ക്ലൈൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതെന്താണ്, സെർവറാണ്. ക്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, ദ ഡിവൈസ് ദാറ്റ് റിക്വസ്റ്റ് ഫോർ എ വെബ് പേജ്. അതായത് ഒരു വെബ് പേജിന് റിക്വസ്റ്റ് ചെയ്യുന്ന ഡിവൈസ്, അല്ലെങ്കിൽ സിസ്റ്റം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ മൊബൈൽ എന്താണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ക്ലൈൻ്റ് എന്ന് പറയാം. അല്ലെ, നമ്മളൊരു ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു വെബ്സൈറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിൾ എന്ന് പറയുന്ന വെബ്സൈറ്റിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോൺ എന്താണ്, ഒരു ക്ലൈൻ്റ് ആണ്. ഇനി നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊക്കെ ഇതൊക്കെ എന്താണ്, ക്ലൈൻറ്റ്സ് ആണ്. ഇനി അപ്പോൾ എന്താണ്, ദ ഡിവൈസ് റിക്വസ്റ്റ് ഫോർ എ വെബ് പേജ്, റിക്വസ്റ്റ് ചെയ്യുന്ന ഡിവൈസിനെയാണ് എന്ത് പറയുക, ഒരു വെബ് പേജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന ഡിവൈസിനെയാണ് ക്ലൈൻ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സെർവർ, ദ ഡിവൈസ് ദാറ്റ് റെസ്പോൺസ് വിത്ത് ദ വെബ് പേജ്. അപ്പോൾ വെബ് പേജുമായിട്ട് നമുക്ക് റെസ്പോൺസ് തരുന്ന ഡിവൈസിനെയാണ് എന്ത് പറയുക, സെർവർ എന്ന് പറയുക. അപ്പോൾ ഗൂഗിൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സെർവർ. ഗൂഗിൾ എന്ന് പറയുന്ന സെർവർ നമുക്ക് എന്ത് ചെയ്യും, ഗൂഗിളിൻ്റെ ആ ഒരു വെബ് പേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെർവറാണ്. അതിൻ്റെ വെബ് പേജ് നമുക്ക് എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്തിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, റെസ്പോൺസ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഡിവൈസിനെ ക്ലൈൻ്റ് എന്നും റെസ്പോണ്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെർവർ എന്നും പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ഡിവൈസ് ദാറ്റ് ഇനീഷ്യേറ്റ്സ് എ കണക്ഷൻ. ഒരു കണക്ഷൻ തുടങ്ങുന്ന ആളെയാണെന്ന് പറയുക, ക്ലൈൻ്റ് എന്ന് പറയുക. അല്ലേ, നമ്മളാണ് എപ്പോഴും ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത്, അപ്പോൾ നമ്മളാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആൾ, അപ്പോൾ അതിനെയാണ് ക്ലൈൻ്റ് എന്ന് പറയുക. ഓക്കെ, ഇനി ആ അതിന് റെസ്പോണ്ട് ചെയ്യുന്ന ആളെയാണ് എന്ത് പറയുന്നത്, സെർവർ എന്ന് പറയുന്നത്. ഇനി അടുത്ത കമ്പോണൻറ്റ് ബ്രൗസറാണ്. എന്താണ് ഒരു ബ്രൗസർ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഒരു വെബ്സൈറ്റിന് റിക്വസ്റ്റ് കൊടുക്കുന്നത് എന്തിലൂടെയാണ്, ഒരു ബ്രൗസറിലൂടെയാണ്. അതായത് യൂസറിനെ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുക, ബ്രൗസർ എന്ന് പറയുക. അതായത് ബ്രൗസർ ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് ദ ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുക, ബ്രൗസർ എന്ന് പറയാം. അതായത് ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു google.com എന്ന് പറയുന്ന വെബ്സൈറ്റ്, ഗൂഗിളിൻ്റെ സെർവറിനെ എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നത്, നമ്മളുടെ ഒരു വെബ് ബ്രൗസറിൽ മേ ബി ഗൂഗിൾ ക്രോം
അല്ലേ, അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, അല്ലെങ്കിൽ ഒരു ഫോണിലൊക്കെ ആണെങ്കിൽ ഒരു ഒപ്പേര മിനി, ഇതുപോലെയുള്ള വെബ് ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഈ ഒരു വെബ് ബ്രൗസറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെർച്ച് ചെയ്യുന്നത് www.google.com അല്ലെ, www.google.com എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രൗസറിലൂടെയാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സെർച്ചിങ് നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ബ്രൗസറാണ്. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് ദ ബ്രൗസർ ടു ഗെറ്റ് ദ വെബ് പേജ്. ഇനി നമ്മൾ അതിലൂടെ ബ്രൗസറിലൂടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ റിക്വസ്റ്റ് എവിടെ എത്തും? സർവറിലെത്തും. ഇനി സർവർ എന്ത് ചെയ്യും? തിരിച്ചെന്ത് ചെയ്യും? നമുക്ക് റെസ്പോൺസ് ആയിട്ട് എന്താണ് കിട്ടുന്നത്? വെബ് പേജ് ആണ് തരുന്നത്, അല്ലേ? സർവർ റെസ്പോൺസ് വിത്ത് ദ വെബ് പേജ്. ഇനി ആ വെബ് പേജ് നമ്മൾ കാണുന്നത് എന്തിലൂടെയാണ്? അതും എന്തിലൂടെയാണ്? ബ്രൗസറിലൂടെയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഈ ഒരു ബ്രൗസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂസർ ഒരു വെബ്സൈറ്റിന് റിക്വസ്റ്റ് ചെയ്യാനും ആ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെർവറിൻ്റെ അടുത്ത് ആ റിക്വസ്റ്റ് എത്തും. സെർവർ എന്ത് ചെയ്യും? റെസ്പോണ്ട് വിത്ത് ദ വെബ് പേജ്, അല്ലെ? വെബ് പേജുമായിട്ട് എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. ഇനി അത് റിക്വസ്റ്റ് ചെയ്യാനും ആ റെസ്പോൺസ് ചെയ്ത ആ ഒരു പേജ് കാണാനും വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുക? വെബ് ബ്രൗസർ എന്ന് പറയുക. വെബ് ബ്രൗസറിന് എക്സാമ്പിൾ ആണ് ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ് ആൻഡ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. അതായത് ഹൗ വി ആക്സസ് എ പർട്ടിക്കുലർ വെബ്സൈറ്റ്, അല്ലെ? ഗൂഗിളിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുന്നു, അല്ലേ? ഈ ബ്രൗസറിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സെർച്ച് ചെയ്യാണ് www.google.com. അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർ റിക്വസ്റ്റ് എവിടെ എത്തുന്നു? ഗൂഗിളിൻ്റെ സെർവറിലെത്തുന്നു. ഇനി ആ ഗൂഗിളിൻ്റെ സെർവറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഗൂഗിളിൻ്റെ സെർവർ will respond to the client with the web page. വെബ് പേജുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ഇനി ആ റെസ്പോണ്ട് ചെയ്ത വെബ് പേജ് നമ്മൾ കാണുന്നത് എന്തിലൂടെയാണ്? ഒരു ബ്രൗസറിലൂടെയാണ്. സോ ബ്രൗസർ ശരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ബ്രൗസർ ഹെൽപ്സ് ദ ക്ലയൻറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രൗസർ അസിസ്റ്റ് ചെയ്യുന്നത്. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെബ് പേജ് വ്യൂ ചെയ്യാനും കൂടെ പറ്റും. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതും ഒരു വെബ് പേജ് വ്യൂ ചെയ്യുന്നതും എന്തിലൂടെയാണ്? ബ്രൗസറിലൂടെയാണ്. റിക്വസ്റ്റ് ആൻഡ് വ്യൂ എ പർട്ടിക്കുലർ വെബ് പേജ് ദാറ്റ് ഇസ് ഡൺ ത്രൂ വാട്ട്? ദിസ് ബ്രൗസർ. ആൻഡ് അനദർ തിങ് ഇസ് വേൾഡ് വൈഡ് വെബ്. എന്താണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ? അറിയുന്ന കൺസെപ്റ്റാണ്. or it is also called the web or the www or the web. The system of interconnected documents and other resources linked by hyperlinks and URLs. അതായത് എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. എന്താണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. കമ്പ്യൂട്ടേഴ്സ് ഇൻ്റർകണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ആ ഒരു ഓവറോൾ സിസ്റ്റത്തിനെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുക. അതേപോലെ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ആണ് എന്ത്? വേൾഡ് വൈഡ് വെബ്. Okay, and it is linked by hyperlinks and URLs. I have already told you what is hyperlink. അതായത് ഓരോ ഡോക്യുമെൻറ്റിൽ എന്തുണ്ടാവും? ലിങ്ക് ഉണ്ടാവും. ലിങ്ക് ടു എ പർട്ടിക്കുലർ ലൊക്കേഷൻ, വേറൊരു ലൊക്കേഷനിലേക്ക് ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നു. ഇനി ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പേജിൽ വീണ്ടും വേറൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇതേപോലെ ഹൈപ്പർ ലിങ്കുമായിട്ട് ലിങ്ക് ചെയ്ത ഇൻ്റർ കണക്റ്റഡ് ഡോക്യുമെൻറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ലിങ്ക്സും പിന്നെ URLസും ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലിങ്ക് ചെയ്യുന്നത്. എന്താണ് URL എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു www.google.com. ഇതൊരു URL ആണ്. www.google.com is a URL. ഇതെന്തിനാണ്? ദിസ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ എ പർട്ടിക്കുലർ വെബ് സെർവർ. ഒരു സെർവറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐഡൻറ്റിഫയർ ആണെന്ത്? ഒരു URL. ഇനി ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുക. ഓക്കെ, സോ വേൾഡ് വൈഡ് വെബ് ഈസ് ലിങ്ക്ഡ് ബൈ യൂസിങ് ഹൈപ്പർ ലിങ്ക്സ് ആൻഡ് URLs. ഓക്കെ, ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് ലിങ്ക് ടു പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആണ്. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ www.google.com. URL നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വെബ്സൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സെർവറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
allows particularly configured server computers to distribute documents across the internet. അല്ലേ, ഡോക്യുമെൻറ്റ്സ് ഇൻ്റർനെറ്റിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ്? വേൾഡ് വൈഡ് വെബിലൂടെയാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്ലയൻറ്റ് സെർവർ മോഡൽ. യു ഓൾറെഡി നോ വാട്ട് ഈസ് എ ക്ലയൻറ്റ് ആൻഡ് വാട്ട് ഈസ് എ സെർവർ. അല്ലേ, ഇതെന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? ക്ലയൻറ്റ് സെർവറിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം വിക്കിപീഡിയ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, വിക്കിപീഡിയ. ഈ വിക്കിപീഡിയയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സെർച്ച് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഈ വിക്കിപീഡിയയിലേക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് വി വിൽ ആക്ട് ആസ് ദ ക്ലയൻറ്റ്. നമ്മളെന്താണ്? ക്ലയൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? ക്ലയൻറ്റിൻ്റെ ബ്രൗസർ ഉപയോഗിച്ചിട്ട് www.wikipedia.org എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്യും? സെർച്ച് ചെയ്യും. ബൈ യൂസിങ് വാട്ട്? ബ്രൗസർ. അല്ലേ, അങ്ങനെ ബ്രൗസർ വെച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ റിക്വസ്റ്റ് എവിടെ എത്തും? വിക്കിപീഡിയൻ്റെ സെർവറിലെത്തും. ഇനി ആ വിക്കിപീഡിയൻ്റെ സെർവർ എന്തായിട്ട് റെസ്പോണ്ട് ചെയ്യും? ഒരു വെബ് പേജ് ആയിട്ട് എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. വിക്കിപീഡിയൻ്റെ വെബ് പേജ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് റെസ്പോൺസ് തരുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ക്ലയൻറ്റ് സെർവർ മോഡൽ. നമ്മൾ ആണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? സോ അവർ കമ്പ്യൂട്ടർ ഇസ് ദ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ. വിക്കിപീഡിയൻ്റെ സെർവറാണ് നമുക്ക് റെസ്പോണ്ട് തരുന്നത്. ആൻഡ് ദാറ്റ് കമ്പ്യൂട്ടർ ഇസ് കോൾഡ് ദി സെർവർ കമ്പ്യൂട്ടർ. Okay, and in this world wide web there are millions of web pages. Millions of web pages ഉണ്ട് എന്തില്? വേൾഡ് വൈഡ് വെബിൽ. ഓക്കെ, സോ വെബ് പേജിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ഓൾറെഡി പറഞ്ഞതാണ്. സിംഗിൾ HTML ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ വെബ് പേജ് എന്ന് പറയുക. വിച്ച് മൈറ്റ് ഇൻക്ലൂഡ് വാട്ട്? ടെക്സ്റ്റ് ഉണ്ടാവും, ഗ്രാഫിക്സ് ഉണ്ടാവും, സൗണ്ട് ഫയൽസ് ഉണ്ടാവും, ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ് ഉണ്ടാവും. ഇതൊക്കെ എന്തിലുണ്ടാവാം? ഒരു വെബ് പേജിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു സിമ്പിൾ വെബ് പേജ്, ഒരു ഫേസ്ബുക്കിൻ്റെ വെബ് പേജ് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ ഒരുപാട് ടെക്സ്റ്റുകൾ ഉണ്ടാവും, ഗ്രാഫിക്സ് ഉണ്ടാവും, സൗണ്ട് ഫയൽസ് ഉണ്ടാവും, വീഡിയോ ഫയൽസ് ഉണ്ടാവും, ആൻഡ് മെനി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. ആൻഡ് ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ് ഉണ്ടാവും. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ്? ഈ ഒരു ടെക്സ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ അതൊരു ടെക്സ്റ്റ് ആയിരിക്കും. ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ലൊക്കേറ്റിംഗ് ടു അനദർ ഏരിയ, അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ് എന്ന് പറയുന്നത്. സോ ഈച്ച് വെബ് പേജ് ഈസ് സ്റ്റോർഡ് ഓൺ എ വെബ്സൈറ്റ്. എല്ലാ വെബ് പേജുകളും എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? വെബ്സൈറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ആക്ച്വൽ മെഷീൻ ഓൺ ദ വെബ് ദാറ്റ് സ്റ്റോർസ് ദ വെബ് പേജസ്. അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ മെഷീൻ ഓൺ ദ വെബാണ് ദാറ്റ് സ്റ്റോർസ് ദ വെബ് പേജസ്. ഈ വെബ് പേജുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ആക്ച്വൽ മെഷീൻ ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? വെബ്സൈറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ബൈ കമ്പൈനിങ് ദീസ് വെബ് പേജസ് നമുക്ക് കമ്പൈൻ ചെയ്താൽ എന്തുണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്? ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെബ്സൈറ്റുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ വെബ് പേജുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? വെബ് സൈറ്റിലാണ്. ഓക്കെ, I have already told you this one. www is based on client server model. Client server മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു വേൾഡ് വൈഡ് വെബ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ബ്രൗസർ റിക്വസ്റ്റ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബ്രൗസർ റിക്വസ്റ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഫോം ഓഫ് URL-ലൂടെ ബ്രൗസർ റിക്വസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വാണ്ട് facebook.com, ഐ വിൽ റിക്വസ്റ്റ് വാട്ട്? www.facebook.com. ഫേസ്ബുക്ക് ഷോർട്ടാക്കി എഴുതിയാണ് .com എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്? ബ്രൗസർ ഉപയോഗിച്ച് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിൻ്റെ ബ്രൗസറാണ്. അതിലൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് സെർവറിലേക്ക് എത്തുന്നു. സെർവർ എന്ത് ചെയ്യുന്നു? വെബ് പേജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? റെസ്പോണ്ട് ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് URL എന്നാണ് ഇവിടെ പറയുന്നത്. URL എന്ന് പറഞ്ഞാൽ എന്താണ്? URL ഇസ് എ പേജ് അഡ്രസ് ഓർ ലൊക്കേഷൻ. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന പേജിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ലൊക്കേഷനെയാണ് എന്ത് പറയുക? URL എന്ന് പറയാം. ഒരു പേജ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന FBൻ്റെ പേജാണ്, അതിൻ്റെ അഡ്രസ്സാണ് എന്ത്? www.facebook.com എന്നുള്ളത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക? അതിൻ്റെ URL എന്ന് പറയുക. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ URL ആണ് www.google.com എന്നുള്ളത്. ഓക്കെ, സോ ഹിയർ ഇസ് an example of a URL. ഇതൊരു URL ആണ്. ഇതൊരു കംപ്ലീറ്റ് URL ആണ്. http://www.microsoft.com/msoffice/ms-word/ia/default.html. ഇതൊരു ഫുൾ URL ആണ്. അതായത് നമുക്ക് ഇത് എവിടെ കാണാൻ പറ്റും? ഈ ഒരു URL നമ്മൾക്ക് എവിടെയാണ് കാണാൻ പറ്റുക? നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രൗസറിൻ്റെ മേലെ വിൻഡോൻ്റെ ടോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാണാൻ പറ്റും. ഈ ഒരു
URL. അത് നമ്മളിപ്പം വ്യൂ ചെയ്ത് കൊണ്ടിരിക്കുന്ന വെബ് പേജിൻ്റെ ലൊക്കേഷനാണ്, അല്ലെങ്കിൽ പേജിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ലൊക്കേഷനാണ് എന്ത് URL. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വെബ് പേജിൻ്റെ URL നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോൻ്റെ ടോപ്പ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു URL നമുക്ക് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്ട് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് സൈഡിൽ പറയുന്നത്, ഫസ്റ്റ് ഇതിവിടെ പറയുന്നത് HTTP. ഈ HTTP എന്ന് പറയുന്നത് പ്രോട്ടോക്കോളാണ്. അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സംഭവം ഏതിലൂടെയാണ്, അല്ലെങ്കിൽ ആ റിക്വസ്റ്റ് വന്നത് ഏത് പ്രോട്ടോക്കോളിലൂടെയാണ്, HTTP പ്രോട്ടോക്കോളിലൂടെയാണ്. ദാറ്റ് ഷുഡ് ഫോളോ ദ HTTP പ്രോട്ടോക്കോൾ. ഐ ഓൾറെഡി ഡിസ്കസ്ഡ് വാട്ട് ഈസ് പ്രോട്ടോക്കോൾ. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ ദ കമ്പ്യൂട്ടേഴ്സ് വിത്തിൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടേഴ്സ് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുക. അപ്പോൾ HTTP പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി വേറെ പ്രോട്ടോക്കോൾസ് ഉണ്ട്, FTP ഉണ്ട്, SMTP ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഇതിൽ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോക്കോൾ ഏതാണ്? HTTP ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ദ റിക്വസ്റ്റ് വന്നത് ഏത് പ്രോട്ടോക്കോൾ പ്രകാരമാണ്? HTTP പ്രോട്ടോക്കോൾ പ്രകാരമാണ്. ഓക്കെ, ഇനി അടുത്തതാണ് www.microsoft.com. ഇതിലുള്ള www.microsoft.com ഈ ഒരു കമ്പോണൻ്റ് ആണ് ഡൊമെയിൻ നെയിം ഓഫ് ദ സെർവർ എന്ന് പറയുന്നത്. സെർവറിൻ്റെ ഡൊമെയിൻ നെയിം ആണെന്ത്? www.google.com ആയാലും microsoft.com ആയാലും facebook.com ആയാലും ഇതൊക്കെ എന്താണ്? ഡൊമെയിൻ നെയിം ആണ്. ദിസ് ഈസ് ദ ഡൊമെയിൻ നെയിം. ഇനി അതിന് ശേഷം പൊതുവേ നമ്മൾ ഇത്രേ എന്താ ചെയ്യാറുള്ളൂ, കാണാറുള്ളൂ അല്ലേ? പൊതുവേ നമ്മൾ google.com ഒക്കെ ആണെങ്കിൽ google.com അവിടെ അവസാനിക്കാറുണ്ട്. ഇനി അതിനുശേഷം സ്ലാഷ് ഇട്ടിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? അതിൻ്റെ പാത്താണ്. ഫോർ എക്സാമ്പിൾ MS Office /free/MS Word /download/ia ഇതെന്ന് പറയുന്നത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വെബ് പേജിൻ്റെ എന്താണ്? പാത്താണ്. അതായത് മൈക്രോസോഫ്റ്റ് ഉണ്ടല്ലോ, നമ്മളിപ്പം അതായത് ഞാൻ പറയാം, മൈക്രോസോഫ്റ്റിൻ്റെ വെബ് പേജാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. ഇനി മൈക്രോസോഫ്റ്റിൻ്റെ കമ്പ്യൂട്ടറിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെബ് പേജില്ലേ, വെബ് പേജ് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതാണ് പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ www.microsoft.com ഒരു വെബ് പേജാണ് കാണുന്നത്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് സെർവറിൻ്റെ ഒരു വെബ് പേജാണ് വ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനുശേഷം ഈ ഒരു ഡൊമെയിൻ നെയിമിന് ശേഷം കൊടുത്ത MS Office /free stuff/ ഈ ഒരു സംഭവമാണെന്ത്? ആ ഫയലിൻ്റെ പാത്ത്. നമ്മളിപ്പം IA വരെയുള്ള സംഭവമാണ്, ഇവിടം വരെയുള്ള ഒരു സംഭവമാണ് അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. ഇത് ഏത് ലൊക്കേഷനിലാണ്, ആ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ കമ്പ്യൂട്ടറിൽ ഏത് ലൊക്കേഷനിലാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ സെർവറിൻ്റെ കമ്പ്യൂട്ടറിൽ ഏത് ലൊക്കേഷനിലാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതിനെയാണ് എന്ത് പറയുക? പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഇവിടം വരെയുള്ള കാര്യങ്ങൾ എന്താണ്? ഇതിൻ്റെ പാത്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം default.html default.html. അപ്പോൾ ഈ .html ആണ് ശരിക്കുള്ള വെബ് ഡോക്യുമെൻറ്റ്. ദിസ് ഈസ് ദ ആക്ച്വൽ HTML ഫയൽ. ഇതാണ് ആക്ച്വൽ HTML ഫയൽ. അപ്പോൾ നമ്മൾ ഇപ്പം വ്യൂ ചെയ്യുന്ന വെബ് പേജിൻ്റെ ശരിക്കുള്ള HTML ഫയൽ എന്ന് പറയുന്നതിൻ്റെ ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക .html അല്ലെങ്കിൽ .htm വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഫയൽ ഉണ്ടാവുക. ഒന്നുകിൽ .html അല്ലെങ്കിൽ .htm വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുന്നതാണ് ശരിക്കുള്ള HTML ഫയൽ. ഇനി എന്താണ് ശരിക്കുള്ള HTML ഫയൽ? ദിറ്റ് ഈസ് ആക്ച്വൽ HTML ഡോക്യുമെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് HTML ഡോക്യുമെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് കാണാം. ഓക്കെ, സോ ഇതാണ് URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. ഒരു വെബ് പേജിൻ്റെ അഡ്രസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു വെബ് പേജിൻ്റെ ലൊക്കേഷനാണ് URL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. അതിൽ പ്രോട്ടോക്കോൾ ഉണ്ടാവും, ഡൊമെയിൻ നെയിം ഉണ്ടാവും, പാത്ത് ഉണ്ടാവും, എന്തുണ്ടാവും? ഡീഫോൾട്ട് എന്തുണ്ടാവും? .html പോലെ ആക്ച്വൽ ഫയൽ നെയിം ഉണ്ടാവും, ഒരു ഫയൽ നെയിം കൂടെ ഉണ്ടാവും. എന്താണ് ആ ഫയലിൻ്റെ ശരിക്കുള്ള നെയിം? ഇനി വെബ് ബ്രൗസർ. എന്താണ് വെബ് ബ്രൗസർ? അതിൻ്റെ ജസ്റ്റ് ഒരു ഫോർമൽ ഡെഫിനിഷനാണ്. യൂസിങ് HTML documents could be transmitted to any user and displayed through a web browser. അപ്പോൾ യൂസർ ആ ഒരു ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഒരു വെബ് ബ്രൗസറിലൂടെയാണ്. ഓക്കെ, HTML will be executed in the web browser. അപ്പോൾ എവിടെയാണ് ഒരു HTML കോഡ് എക്സിക്യൂഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? വെബ് ബ്രൗസറിലാണ്.
അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു HTML കോഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മാത്രം മതി? ഒരു ബ്രൗസർ മാത്രം മതി. അപ്പോൾ എങ്ങനെ HTML പഠിക്കുന്നു ഉള്ള ചോദ്യത്തിനുള്ള ആൻസറാണ്. HTML പഠിക്കാൻ നമുക്ക് എന്ത് മാത്രം മതി? ഒരു HTML ബ്രൗസർ മതി. ഒരു വെബ് ബ്രൗസർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? HTML കോഡ് റൺ ചെയ്യാം. നമ്മൾ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? HTML കോഡ് റൺ ചെയ്യാം. അപ്പോൾ HTML കോഡ് എക്സിക്യൂഷൻ ചെയ്യുന്നത് എന്തിലാണ്? ഒരു വെബ് ബ്രൗസറിലാണ്. ഓക്കെ. How HTML works? HTML page is sent from server to client. അല്ലേ? നമ്മൾ എന്ത് ചെയ്യാണ്? സെർവറിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ HTML പേജ് ഈസ് സെൻഡ് ഫ്രം സെർവർ ടു ക്ലയൻറ്റ്. അത് ക്ലയൻ്റ് ആണ്, നമ്മൾ സെർവറാണ് ഇവിടെ. ഇനി ക്ലയൻറ്റ് സെർവറിന് റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ എന്ത് ചെയ്യും? HTML പേജ് എന്ത് ചെയ്യും? HTML പേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെബ് പേജ് എന്ത് ചെയ്യും? വെബ് പേജ് എന്ത് ചെയ്യും? റെസ്പോൺസ് ആയിട്ട് തരികയാണ്. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ വെബ് പേജുകളും വ്യൂ ചെയ്യുന്നത്. ഓക്കെ, whatever website is we are viewing by this method. ഇനി ഹൈപ്പർ മീഡിയ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലിങ്ക്സ് വെച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ലിങ്ക് ചെയ്തിട്ട് വേറൊരു ഇതിലേക്ക് പോകുന്നതാണ്. സോ ഹൈപ്പർ മീഡിയ ഈസ് നത്തിങ് ബട്ട് എ ലോജിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് വാട്ട്? ഹൈപ്പർ ടെക്സ്റ്റ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ ഒരു ലോജിക്കൽ എക്സ്റ്റൻഷൻ ആണെന്ത്? ഹൈപ്പർ മീഡിയ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ കണ്ടെയ്ൻ വാട്ട്? ഗ്രാഫിക്സ് ഉണ്ടാവും, ഓഡിയോ ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും, പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് ഹൈപ്പർ ലിങ്ക്സ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ നോൺ ലീനിയർ മീഡിയം ഓഫ് ഇൻഫർമേഷൻ. അതായത് സിംപ്ലി ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് മാത്രം അല്ലെങ്കിൽ ലീനിയർ ആയിട്ട് മാത്രം ആക്കുന്നതിന് പകരം നോൺ ലീനിയർ ആയിട്ട് എന്ത് ചെയ്യാം? ഒരു ഇൻഫർമേഷൻ മീഡിയം ക്രിയേറ്റ് ചെയ്യാനാണ് ഒരു ഹൈപ്പർ മീഡിയ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ഹൈപ്പർ മീഡിയ പോയിന്റ്സ് ടു ഫയൽസ് അതർ ദാൻ HTML ഡോക്യുമെൻറ്റ്സ്. അതായത് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ അതിന് പകരം ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ചിലപ്പോൾ എന്തിലേക്കായിരിക്കും? ഒരു വീഡിയോയിലേക്കായിരിക്കും. ഇതിനെയാണ് എന്ത് പറയുക? ഹൈപ്പർ മീഡിയ എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? ഒരു ഇമേജ് ആയിരിക്കും. ഇതിനെയാണ് എന്ത് പറയുക? ഹൈപ്പർ മീഡിയ എന്ന് പറയുക. അപ്പോൾ ഹൈപ്പർ മീഡിയ പോയിന്റ്സ് ടു ഫയൽസ് അതർ ദാൻ HTML ഡോക്യുമെൻറ്റ്സ്. അതേസമയം ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വേറൊരു ടെക്സ്റ്റാണ് നമ്മൾ കാണുക, ഹൈപ്പർ ടെക്സ്റ്റ് ആണെങ്കിൽ. അതേസമയം ഹൈപ്പർ മീഡിയ ആണെങ്കിലോ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ഒരു ഇമേജ് അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ അതർ ഗ്രാഫിക്സ് ഓർ ആനിമേഷൻ, ദീസ് കൈൻഡ് ഓഫ് തിങ്സ് വിൽ ബി വ്യൂഡ് ബൈ ദ യൂസർ ഇൻ ദ കേസ് ഓഫ് ഹൈപ്പർ മീഡിയ. ഓക്കെ, an example for hypermedia is www. ഓക്കെ, അപ്പോൾ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് HTML. അപ്പോൾ ഒരു HTML പഠിക്കാൻ വേണ്ടി എന്താണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടൂ. ഒരു ടെക്സ്റ്റ് എഡിറ്റർ വേണം, ഒരു വെബ് ബ്രൗസർ വേണം. സോ ഇഫ് യു ആർ ഹാവിങ് എ സിസ്റ്റം ആൻഡ് ഇഫ് യു ആർ ഹാവിങ് എനി ടെക്സ്റ്റ് എഡിറ്റർ ഓർ എ വെബ് ബ്രൗസർ, ഈ രണ്ട് സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു HTML എന്ത് ചെയ്യാം? കോഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ HTML കോഡ് എഴുതാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു ടെക്സ്റ്റ് എഡിറ്റർ വേണം. അതായത് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയുമുണ്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ. എക്സാമ്പിൾ സബ്ലൈം ടെക്സ്റ്റ്, നോട്ട്പാഡ് ++, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അതായത് ഇവിടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും നോട്ട്പാഡും നോട്ട്പാഡ്++. നോട്ട്പാഡ് എന്ന് പറയുന്ന ഒരു എഡിറ്റർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നോട്ട്പാഡ് എന്ന് പറയുന്ന ഒരു എഡിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? HTML കോഡ് റൺ ചെയ്യാം. എങ്ങനെയാണ് റൺ ചെയ്യുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. നോട്ട്പാഡ്. ഇനി ഒരു വെബ് ബ്രൗസറും വേണം. ഞാൻ എന്ത് ചെയ്തു? ഗൂഗിൾ ക്രോം ചൂസ് ചെയ്തു. ഗൂഗിൾ ക്രോം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു HTML കോഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോട്ട്പാഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കോഡ് ടൈപ്പ് ചെയ്യുന്നു. ഗൂഗിൾ ക്രോം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ദിസ് ഈസ് ഓൾ യു നീഡ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് HTML. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ഡു ദിസ് HTML. അതായത് നമുക്കൊരു വീഡിയോ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇമേജ് എഡിറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് വേണം. അതേസമയം ഈ ഒരു HTML സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എന്തുമാത്രം മതി? ഒരു ടെക്സ്റ്റ് എഡിറ്ററും ഒരു വെബ് ബ്രൗസറും മതി. വിച്ച് വിൽ ബി അവൈലബിൾ ഇൻ എവരി കമ്പ്യൂട്ടേഴ്സ്. എല്ലാ കമ്പ്യൂട്ടറിലും അവൈലബിൾ ആയിട്ടുള്ളൊരു രണ്ട് ടൂൾസാണ് ഈ ടെക്സ്റ്റ് എഡിറ്ററും ഒരു വെബ് ബ്രൗസറും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോഡ് റൺ ചെയ്യാം.
അപ്പോൾ HTML എഡിറ്റേഴ്സ് ആണ്. HTML എഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു HTML എഡിറ്റർ ഇപ്പോൾ Notepad++, Sublime Text, Visual Studio Code, these are examples of text editors and these are HTML editors. ഇത് എന്താണ്? HTML editors ആണ്. ഇനി HTML എഡിറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഫോർ ക്രിയേറ്റിംഗ് വെബ് പേജസ്. വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെയാണ് എന്ത് പറയുക? HTML editors എന്ന് പറയാം. Okay, many HTML editors work not only with HTML but also with CSS and JavaScript. അതായത് പല HTML എഡിറ്റേഴ്സും ഫോർ എക്സാമ്പിൾ ഈ ഒരു Notepad++ ആണെങ്കിൽ ഇത് HTML ബേസ് ചെയ്തിട്ട് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാം? CSS, JavaScript പോലെയുള്ള സംഭവങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം ബേസിക്കലി എന്ത് മാത്രമേ പഠിക്കുന്നുള്ളൂ? HTML മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്തിനാണ് HTML യൂസ് ചെയ്യുന്നത്? സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ. ഇനി ഡൈനാമിക് ആയിട്ടുള്ള വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേറെ കമ്പോണൻസ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ വരുന്ന കമ്പോണൻ്റ് ആണ് CSSഉം JavaScriptഉം. ഓക്കെ, അല്ലെങ്കിൽ PHP പോലെയുള്ള കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടും വർക്ക് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടുമാണ് ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? HTML ടൂൾസ് വർക്ക് ചെയ്യുന്നത്. CSS എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് ആണ്. നമ്മളുടെ വെബ് പേജിന് മോർ ആൻഡ് മോർ സ്റ്റൈൽസ് പ്രൊവൈഡ് ചെയ്യാനാണ് CSS യൂസ് ചെയ്യുന്നത്. ഇനി JavaScript എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് സം മോർ മോഷൻ ഇൻ ടു അവർ വെബ് പേജ്. മോഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് യൂസർ ഇൻട്രാക്ഷൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് യൂസർ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന ആക്ഷൻ പെർഫോം ചെയ്യുക, അതുപോലെയുള്ള കമ്പോണൻസിന് വേണ്ടിയിട്ടാണ് JavaScript നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി HTML എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? HTML ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർസ് ആണ്. അത് HTML പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെയാണ് HTML എഡിറ്റേഴ്സ്. ഇനി സിംപിളി നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിമ്പിൾ ടെക്സ്റ്റ് എഡിറ്റർ, ഫോർ എക്സാമ്പിൾ Notepad എന്താണ് ഒരു ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ? ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ, അതാണ് ടെക്സ്റ്റ് എഡിറ്റർ. ഇനി ഇറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് സേവ്സ് ഫയൽസ് ഇൻ ASCII ഫോർമാറ്റ്. ഇതാണ് ഒരു ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ പ്രത്യേകത. അത് എന്ത് ഫോർമാറ്റിലാണ് ഫയൽ സേവ് ചെയ്യുന്നത്? ASCII ഫോർമാറ്റ്. ASCII ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് സേവ് ചെയ്യുന്നത്. ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ്. എന്താണ് ASCII? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ASCII വാല്യൂ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ASCII ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ടെക്സ്റ്റ് എഡിറ്റേഴ്സ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ജസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് വിത്ത് നോ ഫോണ്ട് ഫോർമാറ്റിംഗ് ഓർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അല്ലെ, നമ്മൾ നോട്ട്പാഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ജസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. അതിൽ അധികം ഫോർമാറ്റിങ്ങും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൽ യൂസ് ചെയ്യുന്നില്ല. ഇനി ചില ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ട് അല്ലേ. സ്പെഷ്യലൈസ്ഡ് ടെക്സ്റ്റ് എഡിറ്റർ ആണ് Notepad++. Notepad++ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെഷ്യലൈസ്ഡ് ടെക്സ്റ്റ് എഡിറ്റർ ആണ്. ഇതിൽ ഇതുപോലെയുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സിൽ കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സിൻടാക്സ് ഹൈലൈറ്റിംഗ്, അതായത് ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ HTML എന്നൊക്കെ ചില ഈ ഒരു ടാഗൊക്കെ ചില കമ്പോണൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചർ, അതാണ് സിൻടാക്സ് ഹൈലൈറ്റിംഗ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്ത് കാണിക്കുന്നതാണ്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ യൂസ് ചെയ്ത് കാണിക്കുമ്പോൾ യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഓൾസോ പ്രൊവൈഡ്സ് കീബോർഡ് ഷോർട്ട് കട്ട്സ്. കീബോർഡിൽ ചില കീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ടാഗ് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അതുപോലെയുള്ള ഷോർട്ട് കട്ട്സ്, പിന്നെ ഓട്ടോ കംപ്ലീഷൻ, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഓർ എ സോഫ്റ്റ്വെയർ ദാറ്റ് സേവ്സ് ഫയൽസ് ഇൻ ASCII ഫോർമാറ്റ്. ASCII ഫോർമാറ്റിൽ എന്ത് ചെയ്യുക, ഫയലിനെ സേവ് ചെയ്യുന്നതുകൊണ്ടാണ് അതാണ് അതിനെ ടെക്സ്റ്റ് എഡിറ്റർ. അതായത് ടെക്സ്റ്റ് ബേസ്ഡ് ആണ്, ക്യാരക്ടർ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ASCII ഫോർമാറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, എക്സാമ്പിൾ ആണ് നോട്ട്പാഡ് ഫോർ വിൻഡോസ്, ടെക്സ്റ്റ് എഡിറ്റ് ഫോർ മാക് OSൽ ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആണ് ടെക്സ്റ്റ് എഡിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു HTML എങ്ങനെയാണ്, HTML ഡോക്യുമെൻ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ HTML പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യും. So I hope you understood the class. So thanks for watching.